റെസ്റ്റോറൻറ്റുകളിലൊക്കെ കിട്ടുന്ന പോലത്തെ ചിക്കൻ ചില്ലി ഗ്രേവി നമുക്ക് എളുപ്പത്തിൽ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിനാവശ്യമായിട്ടുള്ള ചിക്കൻ എടുത്തതിന് ശേഷം അതിലേക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ കുറച്ച് കോൺഫ്ലോർ പൗഡർ എന്നിവ ആഡ് ചെയ്ത് നല്ലപോലെ മസാല തേച്ച് പിടിപ്പിക്കാം. മസാല തേച്ച് ചിക്കൻ നമുക്ക് സൺഫ്ലവർ ഓയിലിൽ നന്നായിട്ട് പൊരിച്ചെടുക്കാം. ഞാൻ വെളിച്ചെണ്ണ എടുക്കുന്നില്ല, സൺഫ്ലവർ ഓയിലാണ്. പിന്നെ അതിനാവശ്യമായിട്ടുള്ള ഉള്ളി, തക്കാളി, ക്യാപ്സിക്കം, മല്ലിയില, പിന്നെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇവയൊക്കെ നന്നായിട്ട് ചിത്രത്തിൽ കാണുന്ന പോലെ നന്നായിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാം. ഈ ഒരു സ്ക്വയർ ടൈപ്പിലാണ് കേട്ടോ ഞാൻ അരിഞ്ഞെടുക്കുന്നത്. നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന ഗ്രേവിയിൽ ഈ ഒരു ടൈപ്പിലല്ലേ ഉണ്ടാവുക. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ അരിഞ്ഞെടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് നമുക്ക് പൊരിച്ച് വെച്ച ചിക്കനാണ് ഇത്. അപ്പോൾ ഈ പൊരിച്ച് വെച്ച ചിക്കൻ പൊരിച്ച വെളിച്ചെണ്ണ നമ്മൾ കുറച്ച് മാറ്റി വെക്കും. വെളിച്ചെണ്ണ സൺഫ്ലവർ ഓയിൽ കുറച്ച് മാറ്റി വെച്ച ശേഷം കുറച്ച് നമ്മൾ എടുക്കുന്നുണ്ട്. അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കട്ട് ചെയ്ത് വെച്ചത് ആദ്യം തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി ഇടുന്നതിന് മുന്നേ നിങ്ങൾക്ക് വേണമെങ്കിൽ ജീരകം, പെരുംജീരകം ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എനിക്ക് ആ ഒരു ഫ്ലേവർ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാൻ പെരുംജീരകം ആഡ് ചെയ്യാത്തത്. അത് ഇഷ്ടമുള്ളവർക്ക് ആദ്യം തന്നെ അത് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അത് നന്നായിട്ട് മൂത്ത് വന്ന ശേഷം അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വലിയുള്ളി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. വലിയുള്ളി അധികം കുക്കാവണ്ട കേട്ടോ, ജസ്റ്റ് ഒന്ന് അതിൻ്റെ പച്ചച്ചുവ മാറി കിട്ടിയാൽ മാത്രം മതി. അത് ഡീപ്പായിട്ട് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് വാടി വന്ന ശേഷം നമുക്കിതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഇട്ട് അതുപോലെ തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് വാട്ടി കുക്ക് ചെയ്തെടുക്കാം. ഒന്ന് വാട്ടി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് കുറച്ചൊന്ന് വാടി വന്ന ശേഷമാണ് നമ്മളിതിലേക്ക് ക്യാപ്സിക്കോ മറ്റുള്ളതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ തക്കാളി കുറച്ച് നേരം ഇതിൽ നിന്നിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് ക്യാപ്സിക്കവും പച്ചമുളകൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇത് എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് നമുക്കൊന്ന് മൂടി വെച്ച് വാട്ടിയെടുക്കാം. ഒരു 5 മിനിറ്റ് കുക്കായാൽ മതി, ഓവറായിട്ട് കുക്കാവണ്ട. ഇതിൻ്റെ ഒരു പച്ചച്ചുവ മാറി കിട്ടിയാൽ മതി. അപ്പോൾ ഇത് നന്നായിട്ട് ഇതൊന്ന് എല്ലാം കൂടെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. അത് ഈ കാണുമ്പോൾ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും, ഓവറായിട്ട് കുക്കായിട്ടില്ല. ഒരു പച്ചച്ചുവ മാറും പോലെ കുറച്ചൊന്ന് കുക്കായിട്ട് വന്നിട്ടുള്ളൂ. അതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. പിന്നെ കുരുമുളക് പൊടി. കാശ്മീരി ചില്ലി പൗഡർ ഓപ്ഷണലാണ്. നിങ്ങളുടെ കയ്യിൽ മുളക് പൊടി, സാധാ മുളക് പൊടിയാണുള്ളതെങ്കിൽ അത് ഇട്ട് കൊടുക്കാം. കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഗ്രേവിക്ക് നന്നായിട്ട് നല്ല കളർ, നമ്മൾ ഹോട്ടലിലൊക്കെ കാണുന്ന ആ ഒരു കളറില്ലേ അത് കിട്ടും. അപ്പോൾ ഉണ്ടെങ്കിൽ നല്ലത്. ചിക്കൻ പൊരിക്കുമ്പോഴും അല്ലാത്തപ്പോഴൊക്കെ കാശ്മീരി ചില്ലി പൗഡർ ഉണ്ടെങ്കിൽ അതാണ് നല്ലത്. ഗ്രേവിക്ക് ഈ ഒരു ചിക്കൻ ചില്ലിക്ക് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതില്ലെങ്കിൽ വേണമെന്നില്ല, നമ്മൾ സാധാ മുളക് പൊടി ഉപയോഗിച്ചാൽ മതി. ഇതിലേക്ക് നമ്മൾ ചിക്കനും ബാക്കിയുള്ള മല്ലിച്ചപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് നമ്മൾ ചില്ലി സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ചില്ലി സോസ് ഇല്ലെങ്കിൽ നിർബന്ധമൊന്നുമില്ല, പക്ഷേ ആ ഒരു നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടി ചില്ലി സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെയാണ് നമ്മൾ ഇതിൽ പ്രധാന ഐറ്റമായിട്ടുള്ള ഈ ഒരു ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ. ടൊമാറ്റോ സോസ് നന്നായിട്ട് ഒഴിച്ച് കൊടുക്കണേ. കുറച്ച് നന്നായിട്ട് ഗ്രേവി ആകാൻ വേണ്ടി കുറച്ചധികം ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ അധികം മധുരമൊന്നും ഉണ്ടാവില്ല. നമ്മളിതിൽ പച്ചമുളകും കുരുമുളക് പൊടിയും മുളക് പൊടിയൊക്കെ ആഡ് ചെയ്തുകൊണ്ട് തന്നെ അത്യാവശ്യത്തിന് എരിവും ഉണ്ടാവും. പിന്നെ സോസിൻ്റെ ഒരു ചെറിയൊരു മധുരം കൂടി വരുമ്പോഴത്തേക്കാണ് നമുക്ക് റെസ്റ്റോറൻറ്റിൽ അതേ ഒരു ടേസ്റ്റ് ഇതിന് കിട്ടുക കേട്ടോ. അപ്പോൾ അതും കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് എല്ലാം കൂടെ യോജിപ്പിച്ച് അതിലേക്ക് നമുക്ക് നന്നായിട്ട് ഗ്രേവി വേണമെങ്കിൽ, കുറച്ച് കറി പോലെ ഗ്രേവി വേണമെങ്കിൽ നമുക്ക് ഒരു അര ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്ത് ഒന്ന് മൂടി വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് ഒരു 5-10 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അത് നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന പോലെ തന്നെയുള്ളൊരു ഗ്രേവി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. നല്ല ഭംഗിയായിട്ടില്ലേ? നമുക്ക് റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ഒരു ലുക്ക് ഇതിന് വന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഈ ഒരു റെസിപ്പി സിമ്പിളാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.